നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ വിലക്കിയ പാർട്ടി കണ്ണിൽ പൊടിയിടുകയാണെന്ന സംശയത്തിൽ നിന്ന് അതാണ് യാഥാർത്ഥ്യം എന്നതിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു. നിയമസഭ ചേരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുതിർന്ന നേതാക്കൾ രാഹുൽ നിയമസഭയിൽ വരട്ടെ എന്ന നിലപാട് പരസ്യമാക്കി കഴിഞ്ഞു. രാഹുലിനെ ഭരണപക്ഷം കളിയാക്കിയാൽ അതേ നാണയത്തിൽ ഭരണപക്ഷത്തെ ആരോപണ വിധേയരെ നോക്കി പ്രതിപക്ഷം കോഴി കൂവും, അല്ലെങ്കിൽ പൂച്ച കരയും. മാങ്കൂട്ടത്തിനെതിരെ വനിതാ നേതാക്കൾ കടുത്ത നിലപാടെടുത്തത് പോലും നേതാക്കൾക്ക് പിടിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാനുള്ള തന്ത്രങ്ങളും മൊഴി വരാതിരിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവം. തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ പകച്ചുപോയ കോൺഗ്രസ് നേതൃത്വം തിരിച്ചടിക്കൊരുങ്ങുമ്പോഴും പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുൽ മടങ്ങിയെത്താതിരിക്കാനുള്ള കരുനീക്കങ്ങളും നടക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ പ്രഹസനമെന്ന് തെളിയുന്നു. പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് ചേരുന്നത്. മിനിയാന്ന് മുതലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്ന നിലപാടെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതാണ്, നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയതാണ്. പക്ഷേ പാലക്കാട് MLA ആയി തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ മൃദു സമീപനം രാഹുലിനോട് പരസ്യമായി തന്നെ നേതാക്കൾ എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നു? അതേസമയത്ത് തന്നെ കോൺഗ്രസിൽ ഇതേക്കുറിച്ചുള്ള ഭിന്നതയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സജീവമായി പരസ്യമായി തന്നെ രംഗത്തിറങ്ങുന്നത് എന്തിൻ്റെയൊക്കെ സൂചനയാണ്? നേരത്തെ സസ്പെൻഷൻ വന്നപ്പോൾ തന്നെ ഉയർന്ന ഒരു വിമർശനമാണ് ഇത് വെറും പ്രഹസനമാണ് എന്നതും നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന കാര്യവും വനിതാ നേതാക്കൾ പോലും പരസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം പോലും രാജിവെക്കണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് പോയതും. അത് പക്ഷേ CPM-നെ പ്രതിരോധത്തിലാക്കാനുള്ള ഒന്നായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ വരുന്ന നിയമസഭാ സമ്മേളനത്തിലും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുവാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശും ശ്രീ സണ്ണി ജോസഫും അതുപോലെ തന്നെ MM ഹസനും ഇതേ നിലപാട് അറിയിച്ചതാണ്. ഇന്ന് K മുരളീധരനും സമാനമായ നിലപാടാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സബ്മിഷൻ ഉന്നയിക്കണമെങ്കിൽ അനുവാദം കൊടുക്കണോ വേണ്ടോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം. പ്രാസംഗികരുടെ ലിസ്റ്റിൽ, കോൺഗ്രസിന്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവില്ല. എന്നാൽ സ്പീക്കറുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവസരം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തോട്ടെ. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും. അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ട്. 2 കംപ്ലൈന്റ് മുകേഷിനെതിരായിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തകരാറുമില്ല. സാങ്കേതികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിന് ഒരു തടസ്സവുമില്ല, കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രാഹുലിനെ അനുകൂലിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ വന്നിട്ടില്ല, ഇരകളുടേതായി എന്ന കാര്യമാണ്. ഇതാണ് കോൺഗ്രസിന് കിട്ടുന്ന ആത്മവിശ്വാസം. അതേസമയം ഇക്കാര്യത്തിലും കോൺഗ്രസിൽ ഭിന്നതയുണ്ട്. ശ്രീജിത് പണിക്കർ, എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഈ സമീപനത്തെ കാണുന്നത്? നേരത്തെ സസ്പെൻഡ് ചെയ്യുകയും നിയമസഭാ കക്ഷിയിൽ പങ്കെടുക്കരുത് എന്ന് വിലക്കുകയും ചെയ്ത സമയത്ത് ഈ ഒരു സംശയം ഉയർന്നതാണ്. ഇത് കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇവിടെ ഭരണപക്ഷത്തിനെതിരെ ഒരു ആയുധമാക്കി കോൺഗ്രസിന് ഇത് ഉപയോഗിക്കാം. അപ്പോൾ രാഹുലിനെ സ്വാഭാവികമായിട്ടും അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയായിരിക്കും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വരുന്നത് എന്ന് അതിപ്പോൾ ശരിയായി മാറിയിരിക്കുകയാണല്ലോ. ശ്രീ മഞ്ജുഷ്, കോൺഗ്രസ് നേതാക്കൾ ആദ്യത്തെ ദിവസം മുതൽ ഈ നിമിഷം വരെ നമ്മളോട് പറയുന്നത് ഉയർന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് 3 പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്ന് അദ്ദേഹം നീക്കം ചെയ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അതിന്റെ ഉന്നത അധികാര സമിതിയിലുള്ള അതിന്റെ അധ്യക്ഷൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പദവിയായിരുന്നു അദ്ദേഹത്തിനെങ്കിൽ
മറ്റ് രണ്ട് കാര്യങ്ങൾ നോക്കൂ. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഒപ്പം പാർലമെന്ററി പാർട്ടി അംഗമായിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശവുമാണ് റദ്ദ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനർത്ഥം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഞങ്ങളിൽ ഒന്നല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ പാർട്ടി അംഗമല്ലാത്ത ഒരാൾ പിന്നീട് ഒരു നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ, പങ്കെടുക്കണോ വേണ്ടയോ, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിടുക എന്നുള്ളതാണ് ശരിയായ കാര്യം. എങ്കിൽ മാത്രമേ ഈ പൂർണ്ണമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് കൂടി ബോധ്യമാവുകയുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികത എന്ന് പറയുന്നത് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് തോന്നുകയുള്ളൂ. മറിച്ച് ഇപ്പം നടക്കുന്ന എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം, പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല, മറ്റുള്ള ആൾക്കാരും ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് മാത്രമായിട്ട് എന്തിനാണ് ഒരു വിലക്ക്, അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒരു കോൺഗ്രസ് അംഗമായിരുന്നുവെങ്കിൽ, അദ്ദേഹം ഇപ്പോഴും പാർലമെന്ററി പാർട്ടി അംഗമായിരുന്നുവെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ എന്ത് സമീപനം എടുക്കുമായിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ നമ്മളെ എല്ലാവരെയും കേൾപ്പിക്കുന്നതിന് വേണ്ടി കേരളീയ പൊതുസമൂഹത്തിനോട് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലാതെ ആ സസ്പെൻഷൻ പെർമനന്റ് ഡിസ്മിസലോ അല്ലെങ്കിൽ ആ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നതിനോ മതിയായിട്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ബോധ്യത്തിൽ അവിടെ നടക്കുന്നുമില്ല. തന്നെയുമല്ല, അദ്ദേഹത്തിനെ പതുക്കെ പതുക്കെ പാർട്ടിയിലേക്ക് തിരിച്ച് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളമൊരുക്കുകയുമാണ്. വേണമെങ്കിൽ അവധിയെടുത്ത് മാറി നിൽക്കട്ടെ എന്നെങ്കിലും പറയുകയായിരുന്നുവെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ആത്മാർത്ഥതയെ നമ്മൾക്ക് അംഗീകരിക്കാമായിരുന്നു. അതുപോലും ഉണ്ടാകുന്നില്ല. അല്ല, അതുപോലെ ഉണ്ടാകുന്നില്ല. നോക്കൂ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം അവിടെ നിന്ന് അവധിയെടുത്ത് നിൽക്കാനായിട്ട് കോൺഗ്രസ് അവിടെ ആവശ്യപ്പെടുമ്പോൾ പോലും പാലക്കാട്ട് നിന്നുള്ള ഒരു ജനപ്രതിനിധി, അവരെ പ്രതിനിധീകരിച്ച ആള് നിയമസഭയിൽ ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യത്തിന് വീണ്ടും കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. അപ്പൊ അതിൽ ഏറ്റവും നല്ലത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ നിയമസഭാ കക്ഷി അംഗമല്ല, അതായത് അദ്ദേഹം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി അംഗമല്ല, അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹമാണ് എടുക്കേണ്ടത് എന്നൊരു സമീപനം എടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന ആശങ്കയൊന്നും ഉണ്ടായില്ല. മറ്റൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് കാര്യം വ്യക്തമാണല്ലോ. ഇപ്പോൾ ഭരണപക്ഷം പ്രതിക്കൂട്ടിലാകും ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ. കാരണം അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട്, അതുപോലെ തന്നെ മുകേഷ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ. അപ്പോൾ അത് തന്നെ ഇപ്പോൾ കോൺഗ്രസ് തുറന്നു പറയുകയാണല്ലോ. ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വരികയാണെങ്കിൽ, ഭരണപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ തിരിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുകേഷിനെതിരെയും വരും, കടകംപള്ളി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയും വരും, AK ശശീന്ദ്രൻ മന്ത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയും വരുമെന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു കോൺഗ്രസ് എന്ന കാര്യം വ്യക്തമാവുകയാണല്ലോ. കോൺഗ്രസ്സുകാരനല്ല, ഇപ്പോൾ സസ്പെൻഷനിലാണ്, പക്ഷേ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ആയുധമാണ്. മഞ്ജുഷ്, അത് പ്രത്യക്ഷത്തിൽ CPM-ന് ഒരു തിരിച്ചടി കോൺഗ്രസിന് നൽകാൻ കഴിയും എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെതിരെയോ അല്ലെങ്കിൽ ശ്രീ മുകേഷിനെതിരെയോ ഒക്കെ തന്നെ ഒരാരോപണം കോൺഗ്രസ് ബെഞ്ചുകളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളീയ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പാർലമെന്ററി പാർട്ടി അംഗം, ആ സ്ഥാനം പോലും റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അംഗത്തിന് വേണ്ടി കോൺഗ്രസ് നിയമസഭയിൽ വാദിക്കുന്നു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. പക്ഷെ മറ്റൊരു കാര്യം, ഞങ്ങൾ നടപടിയെടുത്തു, നിങ്ങൾ നടപടി എടുത്തില്ലല്ലോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാം കോൺഗ്രസിന്. അല്ല, ആ കാര്യം ഓക്കെയാണ്. അതായത് ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി ഇവിടെ സ്വീകരിച്ചു എന്നുള്ളത് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ, ശ്രീ മുരളീധരൻ പറയുന്നത് പോലെ, ഏതെങ്കിലും ഒരു മെമ്പർ അവിടെ നിന്ന് എണീറ്റ് നിൽക്കുന്ന സമയത്ത് പകരത്തിന് പകരം എന്ന രീതിയിൽ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കോൺഗ്രസിന്റെ പൊസിഷന്റെ ക്ലാരിറ്റി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് മറ്റുള്ള ആൾക്കാരെ കടന്നാക്രമിക്കുന്നതിനോ ഒക്കെ തന്നെ ശ്രമിക്കുകയാണ് എങ്കിൽ അത് കൊടുക്കുന്ന സന്ദേശം ഈ നിയമസഭാ അംഗത്വം അല്ലെങ്കിൽ പിന്നെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം തന്നെ റദ്ദ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ പിന്നെ മറ്റ് നടപടികൾ എന്തിനാണ് എടുത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് ഇരട്ടത്താപ്പ് വരിക. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിന്റെ ഇരട്ടത്താപ്പാണ്? CPM-ന്റെ ഇരട്ടത്താപ്പാണ്. അതായത് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നു, എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ കുറ്റവാളികൾ എന്ന രീതിയിലത്തേക്കോ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റുന്നതോ ആയിട്ടുള്ള ആൾക്കാർ, കുറ്റപത്രത്തിൽ പേരുള്ള ആൾക്കാർ, അവരിപ്പോഴും അവിടെ തന്നെ തത്തുല്യ പദവികളിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണല്ലോ ഈ ആരോപണം. അവിടെയാണല്ലോ ഈ CPM-ന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരാളിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിനു ശേഷം സഭ തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിൽ നിന്നാണ് അദ്ദേഹത്തിനെ മാറ്റിയത്? മറുപടി നൽകേണ്ടി വരും. ഇപ്പോൾ കെ മുരളീധരന്റെ ഇന്നത്തെ വാക്കുകൾ കുറെ കൂടി സ്പഷ്ടമാണ്. അദ്ദേഹം പറയുന്നത് ഒരു പരാതിയും വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. അപ്പോൾ എതിരെയെന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം തന്നെ 100% നിൽക്കുന്ന രീതിയിലാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതികരണം. അത് ചെറിയ നേതാക്കളല്ല പറയുന്നത്. മുരളീധരനെ പോലെ, ഹസനെ പോലെ, സണ്ണി ജോസഫിനെ പോലെ, അടൂർ പ്രകാശിനെ പോലെയൊക്കെയുള്ള നേതാക്കളാണ്.
അല്ല, നോക്കൂ ശ്രീ മഞ്ജുഷ്, ഒരു സിനിമയിൽ നമ്മുടെ മോഹൻലാലും ഈ പറയുന്ന ഇന്നസെന്റും ചേർന്ന്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സിനിമയിൽ ഇതാ ഇങ്ങനെ നാട് മുഴുവൻ വേഷം മാറി സഞ്ചരിക്കുകയാണ്. അങ്ങനെ അവർ വേഷം മാറി സഞ്ചരിക്കുന്നത്, മോഹൻലാലും ശ്രീനിവാസനും കൂടി ഇങ്ങനെ വേഷം മാറി സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച CID-കൾ നാട് മുഴുവൻ വിളിച്ചു ചോദിക്കുകയാണ്, കല്ല് കൊത്താനുണ്ടോ എന്ന്. അതുപോലെ കേരളത്തിൽ DYFI, കേരളത്തിൽ CPM, അവരെ സഹായിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ നാട് മുഴുവൻ വിളിച്ചു ചോദിക്കുകയാണ്, പരാതി കൊടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കുന്ന നാണക്കേടിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷവും അവർക്ക് വേണ്ടി ഗോഘ്വ വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരും. അങ്ങല്ല കേട്ടോ, നിങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അവരുടെ PR എക്സസൈസ് എടുത്തിരിക്കുന്ന ചില മാധ്യമങ്ങളും ചേർന്ന് ഈ പണി നടത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്, സഭയിൽ വരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പാർട്ടി മെമ്പർ അല്ലാത്തൊരു മെമ്പർ എന്ന നിലയ്ക്ക് അത് അദ്ദേഹത്തിന്റെ തീരുമാനം, അദ്ദേഹം തീരുമാനിക്കട്ടെ. പക്ഷേ സഭയിൽ ഏതെങ്കിലും ഒരു അംഗത്തിനെതിരെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു അംഗത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പരാതിയില്ലാത്ത കേസിൽ, FIR ഇല്ലാത്ത കേസിൽ, നേരിട്ടുള്ള വെള്ളക്കീറ് കടലാസിൽ പരാതിയില്ലാത്ത കേസിൽ അവിടെ നിന്ന് ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാൽ, പരാതിയുള്ള കേസിൽ, FIR ഉള്ള കേസിൽ, ചാർജ് ഷീറ്റ് ഉള്ള കേസിൽ, കോടതി ശിക്ഷിച്ചിട്ടുള്ള കേസിൽ, നമ്മുടെ മുമ്പിൽ തെളിവ്, ഓഡിയോയും വീഡിയോയുമായി ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള കേസിലൊക്കെ വലിയ നീതിമാന്മാർ ചമഞ്ഞവർ, വലിയ മുഖം മൂടിയിട്ടവർ അവരപ്പുറത്തും ഇരിപ്പുണ്ട് എന്ന് പറയേണ്ടതായി വരും. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടതുപക്ഷം അദ്ദേഹം സഭയിൽ വന്നാൽ, എനിക്കറിയില്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്, അങ്ങനെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധ പ്രമേയം കൊണ്ടുവരണം. എന്നിട്ട് ആ പ്രമേയം അവതരിപ്പിക്കാൻ കൊല്ലം MLA M മുകേഷിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ ആ പ്രമേയത്തെ പിന്താങ്ങാൻ വേണ്ടി, വോട്ടിനിട്ട് പിന്താങ്ങാൻ വേണ്ടി സുരേന്ദ്രനെ, കടകംപള്ളിയെ കൂടെ ഏൽപ്പിച്ചാൽ മനോഹരമായിരിക്കും. പിന്നെ അതിന് പിന്താങ്ങാൻ വേണ്ടി മറ്റൊരാളെ കൂടെ ഏൽപ്പിക്കാം. ആരാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, മന്ത്രിസഭയിൽ തന്നെ ശശീന്ദ്രന്റെ എന്താണ് കാര്യങ്ങൾ ഈ വിഷയത്തിലെ അഗ്രഗണ്യമാണെന്ന് നമുക്ക് ലൈറ്റ് വേർഷൻ ഞാൻ അതിനെ ന്യായീകരിക്കുകയില്ല, അത് നിയമത്തിന്റെ നടപടികളിലൂടെ കടന്നു പോട്ടെ. പക്ഷേ ശരിയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ അത് ശരിയുമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിനുള്ള വ്യക്തമായ തെളിവുകളും നിങ്ങളുടെ പക്കലുണ്ട്. കാരണം CPM-ന് ഇക്കാര്യത്തിൽ ധാർമ്മികത പറയുവാനുള്ള ഒരു അവകാശവുമില്ല. പക്ഷെ നിങ്ങൾ ശരിക്കും കണ്ണിൽ പൊടിയിടുകയാണ്, അതാണ് പ്രശ്നം. ഞങ്ങൾ നടപടിയെടുത്തു, നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന കാര്യം ഇപ്പോഴും വരികയാണ്. നിങ്ങൾ സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ അഭിമാനവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ പറയുന്ന ഈ വേട്ടക്കാരനൊപ്പമാണ് നിങ്ങൾ. കാരണം അദ്ദേഹത്തിന് അനുകൂലമായ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ ഇദ്ദേഹത്തിനെതിരെ? അതൊന്നുമില്ല, അല്ല ഇദ്ദേഹത്തെ കുറിച്ച് അതൊന്നുമല്ല, ഇദ്ദേഹത്തെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വനിതാ നേതാക്കൾ ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടതിനെ പോലും നേതാക്കൾ വിമർശിക്കുകയാണ്. അതത്ര പിടിച്ചിട്ടില്ല നേതാക്കൾക്ക്. ആ രീതിയിൽ പോലും കാര്യങ്ങൾ വരികയാണ്. അതാണ് ഇരട്ടത്താപ്പുണ്ട് ഇക്കാര്യത്തിൽ. ശ്രീ മഞ്ജുഷ്, യാതൊരു ഇരട്ടത്താപ്പുമില്ല. ഞങ്ങൾ ഈ വിഷയം ഉണ്ടായ ദിവസം അന്ന് ആദ്യം പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞു, ഈ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. അതുണ്ടായാലോ 24 മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ സംഘടനാ ഭാരവാഹിത്വം രാജിവെക്കേണ്ടതും 48ഉം 72ാമത്തെ മണിക്കൂർ ആവുന്നതിന് മുമ്പ് പാർട്ടിയുടെ പുറത്തു പോകേണ്ടതുമായി വന്നു. അതൊരു പരാതിയില്ലാത്ത കേസിലാണ്. അതിനുശേഷം ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഇന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുന്നോടം വരെ ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി ഇല്ല ശ്രീ മഞ്ജുഷ്. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതിയും കടന്നു വന്നിട്ടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ഞാനീ പറഞ്ഞ ഇക്കാര്യം തന്നെയാണ്, ശ്രീതു അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ അതിനകത്തൊരു മേൽക്കൈ നേടുകയും ഉണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അതല്ല കാണുന്നത്. നിങ്ങൾ വെറുതെ ഈ ഒരു പ്രഹസനം എന്ന രീതിയിൽ ഒരു നടപടി എടുത്തു. അവിടെ ഒരു അന്വേഷണവും നടക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങൾക്കറിയാം പരാതി ഒന്നും വന്നിട്ടില്ല എന്ന്. അപ്പോൾ ആരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നുള്ള കാര്യം കൂടി വരും. അല്ല, സമാന ദിവസങ്ങളിൽ ഉണ്ടായ മറ്റ് സംഭവങ്ങൾ കൂടി കൂട്ടി വായിക്കണമെന്നേ. അതായത് പരാതി ഇല്ലാത്ത കേസിൽ ഫേബ്രിക്കേറ്റഡ് പരാതി ഉണ്ടാക്കാൻ വേണ്ടി CPI നേതാവിനെ സമീപിച്ച വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്തില്ലേ? അപ്പൊ ഒരാളെ കുടുക്കാൻ വേണ്ടി സംഘടിതമായ ശ്രമം അപ്പുറത്ത് നടക്കുന്നുണ്ടോ എന്ന് പൊതുജനത്തിന് തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരാളെ വേട്ടക്കിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് നിലപാട് പറയും. ശരി, അപ്പൊ അത് കൃത്യമാണ്. നിങ്ങളുടെ നിലപാട് അത് തന്നെയാണ്, അങ്ങനെ വേട്ടക്കിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് നിലപാട്. പക്ഷേ ആ തെളിവുകളൊക്കെ പുറത്തു വന്ന ആ സമയത്ത് നിർബന്ധിതരായി ഫാബ്രിക്കേറ്റഡ് ഫോർജ്ഡ് പരാതി അത് പറ്റില്ല.
അല്ല ഫാബ്രിക്കേറ്റഡ് ആൻഡ് ഫോർജഡ് പരാതി ഉണ്ടാക്കാനുള്ള ശ്രമം അത് ശരിയല്ല. അത് ഞങ്ങൾക്കെതിരാണ്, അവർക്കെതിരാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് പോലും അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായിട്ട് ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് ആരോപണം വരുമ്പോഴും ആ ഭാഗം ന്യായീകരിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ രാഹുലിന് അത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ നേതാക്കന്മാർക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നടപടിയെടുത്തത്. ഇപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുകയാണ് ഇതെല്ലാം ആരോപണമാണ് എന്ന രീതിയിൽ. അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞു വരികയാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ രാഹുലിനെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നത്? രാഹുലിനെ വെള്ളപൂശാനല്ല, ഞങ്ങൾ സാഹചര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന്, ഈ വിഷയമുണ്ടായി ഇന്ന് വരെ ഞങ്ങളുടെ മുമ്പിൽ പരാതിയില്ലെന്നേ, ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ പരാതിയില്ല. ഞങ്ങൾ ഈ KPCC ഓഫീസിൽ എല്ലാ പരാതികളും സ്വീകരിക്കാൻ സർവ്വസജ്ജരായിരിക്കുകയാണ്. ഒരു പരാതി വരണ്ടേ? അത് വരണ്ടേ? നിങ്ങളുടെ മുന്നിലൊക്കെ പരാതിയുണ്ട്. VD സതീശൻ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. മകളെ പോലെ ഉള്ള ഒരാളുടെ പരാതി വന്നപ്പോൾ നടപടിയെടുക്കാൻ ആകാത്ത ഒരു സാഹചര്യമുണ്ടായി, ഹൃദയവേദനയോടെ ആയിരുന്നുവെന്ന്. അപ്പോൾ അതൊന്നും പറയാവുന്ന ഒരു കാര്യമല്ല. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത് പറയാനൊന്നും CPM-ന് അധികാരമില്ല. അത് മറ്റൊരു കാര്യം. നിങ്ങളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അത് ആയുധമാക്കാൻ നോക്കും. അത് രാഹുലല്ല, മറ്റാരാണെങ്കിലും അത്തരത്തിലുള്ള ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കും. അതാണ് ഇനി നടക്കാൻ പോകുന്നത് നിയമസഭ ചേരുമ്പോൾ. മഞ്ജുഷ, ഇതില് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് CPM ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമല്ല. അത് മാധ്യമങ്ങളിലൂടെ ഒരു ഇര തന്നെ തുടങ്ങി വെക്കുകയും മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിൽ CPM-ന് യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നതാണ് ആദ്യമായി നാം ഇക്കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായും CPM ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമായിരുന്നു എങ്കിൽ ഈ ആരോപണത്തിന്റെ പേരിൽ ഏതെങ്കിലും നടപടികളിലേക്ക് പോകുമ്പോൾ CPM നിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ, ഇടതുപക്ഷ നിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അന്ന് ഈ നടപടി എടുത്തില്ല, അതുകൊണ്ട് ഞങ്ങളും എടുക്കുന്നില്ല എന്ന നിരുത്തരവാദപരമായ നിലപാട് കോൺഗ്രസിന് എടുക്കാനാവില്ല. കാര്യം കോൺഗ്രസിന്റെ ഒരു ചരിത്രം, അവരുടെ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയാണെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ പരാതി ലഭിച്ചിട്ടും തനിക്ക് നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് വേദനയോടുകൂടി പറയുന്ന പ്രതിപക്ഷ നേതാവ് പൊതുമധ്യത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നു. പരാതി ലഭിച്ചിട്ടും, ഒരു സ്ത്രീപീഡന പരാതി ലഭിച്ചിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാപരമായ അധികാര സ്ഥാപനങ്ങൾ, ക്യാബിനറ്റ് റാങ്കോട് കൂടിയിരിക്കുന്ന അദ്ദേഹം ആ പരാതി പോലീസിലേക്ക് അയച്ചു കൊടുത്തില്ല എന്നത് നിയമത്തിന്റെ മുന്നിൽ നീതീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്ന്. രണ്ടാമതായി ഇതിൽ കാണേണ്ടത് CPM നേതാക്കന്മാരായിട്ടുള്ള ചിലർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏറ്റെടുത്ത് പറയാൻ കഴിയുന്നത് ഇപ്പോൾ മുകേഷിനെതിരെയാണ്. മുകേഷ് CPM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലുമുള്ള ആളല്ല. മാത്രമല്ല, മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിൽക്കാലത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരു ആക്ഷേപത്തെ തുടർന്ന് അന്വേഷണം നടത്തുകയും മുകേഷിനെതിരെ സ്വന്തം ഭാര്യയുടെ പരാതിയുണ്ട്. അല്ലല്ല, ഭാര്യയുടെ പരാതി അതൊക്കെ സെറ്റിൽഡ് ആയി. വീണ ജോർജാണ്. അല്ല, ഗർഭാവസ്ഥയിൽ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി എന്നാണ് പരാതി. അത് കോടതി കയറിയ കേസാണ്. അവരുടെ ഡിവോഴ്സ് കേസിൽ, അല്ല ഹസ്കർ അങ്ങൊരു അഭിഭാഷകനല്ലേ, അവരുടെ ഡിവോഴ്സ് കേസിൽ എതിർഭാഗം, അതായത് സരിതയുടെ ഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതാ. ആ ഓർഡർ എടുത്ത് വായിച്ചു നോക്ക്. മുകേഷിനെതിരെ എക്സ് പാർട്ടി ഓർഡർ കോടതി കൊടുക്കുന്നത് ഈ ഗർഭാവസ്ഥയിൽ അടിവയറ്റിൽ ചവിട്ടി എന്നുള്ള കേസാണ്. അല്ല, ന്യായീകരിക്കണം. പിന്നെ പ്രാഥമിക അംഗത്വത്തിൽ ഇല്ലാത്ത ആളെ പറ്റി എങ്ങനെയാണ് ജില്ലാ സമ്മേളനത്തിൽ ആലോചന വന്നത്? എങ്ങനെയാണ് അദ്ദേഹം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആ വേദിയിൽ ഉണ്ടായിരുന്നത്? നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ വേദികളിലും കൊല്ലത്തെ മുകേഷ് ഉണ്ടാവുന്നത് എങ്ങനെയാ? പ്രാഥമിക അംഗത്വത്തിൽ ഇല്ലാത്ത, യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ പിടിച്ച് MLA ആക്കുന്നതാണോ നിങ്ങളുടെ പണി? മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ല കേട്ടോ. ഹസ്കർ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ ആ മുകേഷിനെ ചേർത്ത് പിടിച്ച് നടക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലും അദ്ദേഹത്തിന് ഒരു തടസ്സവും ഉണ്ടായില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്ത അധാർമികതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വാതുവെക്കാനുള്ള ഒരു അവസരമില്ല. അത് നിങ്ങൾ ചെയ്യുന്നത് അധാർമികമായ കാര്യം തന്നെയാണ്. ഒന്ന്, മഞ്ജുഷ, ഇതില് ഒരു അതിജീവിത നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെതിരെ കേസെടുക്കുന്നു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു MLA-ക്കെതിരെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ CPM നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് അന്വേഷണം നടത്തുന്നു.
പോലീസ് അന്വേഷണം നടത്തുന്നു. വസ്തുതാപരമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ റിപ്പോർട്ട് കുറ്റപത്രം കോടതി മുമ്പാകെ കൊടുക്കുന്നു. അതിൽ അദ്ദേഹം നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തെളിയിക്കപ്പെടട്ടെ. അതിൽ ഒരു കക്ഷിയായി CPM-ഓ ഇടതുപക്ഷമോ ഒരു നിധിയിലും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ രാഹുലിന്റെ കാര്യത്തിലോ കേസിൽ പ്രതിയാണ്. കേസിൽ നിങ്ങൾ അയാൾക്ക് പ്രതിയായിക്കോട്ടെ. സീറ്റ് കൊടുക്കുന്ന കാലത്ത് അവരുടെ മുൻ ഭാര്യയുടെ ആരോപണം ഈ ജനസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുണ്ട്. നിങ്ങളുടെ എത്ര അതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ഹസ്കർ, ഒന്ന്, നിങ്ങളുടെ മുൻ എത്ര നേതാക്കന്മാർക്കെതിരെ, 1/2 ഡസനിലധികം നേതാക്കന്മാർക്കെതിരെ ഇതുപോലെ തന്നെ നേരത്തെ പരാതികൾ വരികയും ആ പരാതിയിൽ ഭാര്യമാരുടെ പരാതികളിൽ ഡിവോഴ്സ് ആയിട്ടുള്ള MLA-മാരും നിയമസഭയിലുണ്ടെന്നേ കോൺഗ്രസിന്റെ. അപ്പോ അവരുടെ ആരും പേരെടുത്ത് പച്ചയ്ക്ക് വിമർശിക്കുന്നതിന് തയ്യാറാകാത്തത് കൊണ്ടാണ്. അപ്പൊ മുകേഷിന്റെ മുൻ ഭാര്യ നൽകിയിട്ടുള്ള പരാതി എപ്പോഴും കുടുംബ കോടതികളിൽ ഭാര്യമാർ നൽകുന്ന, ഭാര്യയോ ഭർത്താവോ നൽകുന്ന പരാതികളിൽ അതിശയോക്തിയും അതിൽ അതിവിചിത്രമായ കഥകളും ഒക്കെ തന്നെ വരാറുണ്ട്. അതൊക്കെ കോടതി ആ രീതിയിൽ മാത്രമേ പരിശോധിക്കാറുള്ളൂ, പരിഗണിക്കാറുള്ളൂ. രണ്ടാമത്തെ കേസുമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുണ്ടല്ലോ, ആ കേസും ഉണ്ട് ഇപ്പോൾ. അല്ല, ആയിക്കോട്ടെ. ഞാൻ മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഇക്കാര്യങ്ങൾ പറയുന്നത്. മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ അദ്ദേഹം ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ, ഒരു MLA-യോ ജനപ്രതിനിധി എന്ന നിലയിലോ അദ്ദേഹത്തിനെതിരെ ഇത്തരം ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ല. ഒന്ന്, അതവിടെ നിൽക്കട്ടെ. അതെങ്ങനെയാണ് രണ്ടായിട്ട് കാണാൻ സാധിക്കുക? എന്താണ് ആ വേർതിരിവ്? എന്താണ് ആ വേർതിരിവിനുള്ള മാനദണ്ഡം? എന്താണ് MLA ആയതിനു ശേഷം ഞാൻ ചോദിക്കട്ടെ, ഷർട്ട് ഇടുമ്പോൾ രാഷ്ട്രീയക്കാരനും ചുമപ്പ് ഷർട്ട് ഇട്ടാൽ സിനിമാക്കാരനും എന്നാണോ? രണ്ടിനെ രണ്ടായി എങ്ങനെ കാണുന്നത്? നിങ്ങൾ നോക്കൂ. അല്ല, ഞാൻ എന്റെ സമയമാണ് വസന്ത്. അല്ല വസന്ത്, ഇത് എന്റെ സമയല്ലേ? എന്റെ സമയത്ത് നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ പിന്നെ മഞ്ജുഷിനെ മാറ്റി ഇരുത്തിയിട്ടൊരു മഞ്ജുഷിന്റെ കസേരയിലോട്ട് കയറി ഇരിക്കുന്ന അത്ഭുതമാകമായി തോന്നിപ്പോയി. അതുകൊണ്ടാണ്. അല്ല, സംശയം ഉണ്ടാകുന്നതാണ് ഹസ്കർ. ഞാൻ ഒരു തവണ ചോദിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. ഹസ്കർ ആ രീതിയിലുള്ള വാദം ഉന്നയിക്കുമ്പോൾ മുകേഷ് ഏത് വേഷത്തിലായിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേസിൽപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മഞ്ജുഷ്, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഞാൻ കൊല്ലത്തുകാരനാണ്, ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരം ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ വന്നിട്ടില്ല. ജനപ്രതിനിധിയാകാൻ അർഹതയില്ല എന്നാണ്. ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുവാൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുവാനുള്ള അർഹതയില്ലായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ജനപ്രതിനിധി ആയിട്ടൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മഞ്ജുഷ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവാം. ആ അഭിപ്രായങ്ങളെ വളരെ കൃത്യമായി തന്നെ ഈ പാർട്ടി പരിശോധിക്കുകയും ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ബോധ്യങ്ങൾ, പോലീസ് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തോട് നടപടിയെടുക്കട്ടെ എന്നുള്ള വളരെ ഉത്തരവാദിത്വപ്പെട്ട ഒരു നിലപാട് ഇടതുപക്ഷം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്ന്. രണ്ട്, ഇവിടെ സംഭവിച്ചെന്താ, നിങ്ങളുടെ 2 MLA-മാർക്കെതിരെ ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ ഇതുപോലെ സമാനമായ ആക്ഷേപങ്ങൾ, വിൻസെന്റിനെതിരെയും അതുപോലെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ഈ ആരോപണങ്ങൾ, കേസുകൾ എടുത്തു. നിങ്ങൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അവരെ ആരെങ്കിലും സസ്പെൻഡ് ചെയ്തിരുന്നോ? കോൺഗ്രസിന് എന്തെങ്കിലും ധാർമ്മികത അവകാശപ്പെടാൻ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും രാഹുലിനെതിരെ വന്നിട്ടുള്ള ആരോപണത്തും ഏറ്റുപിടിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ നിങ്ങൾ പുറത്താക്കി. പക്ഷേ കഴിഞ്ഞ 3 ദിവസങ്ങൾ അത് ഏറ്റവും അഭിനന്ദനാർഹമായി കോൺഗ്രസ് ചെയ്തിട്ടുള്ളതും ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനടക്കം പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളത്, CPM ഒരു കാരണവശാലും രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ പാടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രാഹുൽ രാജിവെക്കരുത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് അഭികാമ്യം എന്ന ചിന്തയാണ് എന്നെപ്പോലുള്ള ആളുകൾക്കുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ രാജിവെക്കാതിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശയക്കുഴപ്പമായി ജനങ്ങൾക്ക് മുന്നിലെത്തിക്കും. കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലെ ഏറ്റവും ആദരണീയനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ MM ഹസനെ പോലുള്ള ആളുകൾ, ശ്രീ അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾ, ശ്രീ K മുരളീധരനെ പോലുള്ള ആളുകൾ നിരന്നു നിന്ന് വാദിക്കുകയാണ് ഇപ്പോ രാഹുലിന് വേണ്ടി. ഇത് ജനങ്ങൾക്ക് എന്തു സന്ദേശമാണ് നൽകുന്നത്? നിങ്ങൾക്ക് വേണ്ടാത്ത കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത, KPCCക്ക് വേണ്ടാത്ത, UDF-ന്റെ പാർലമെന്ററി പാർട്ടിക്ക് വേണ്ടാത്ത ഒരു നേതാവ്, ഒരു MLA കേരളത്തിലെ ജനപ്രതിനിധിയായി തുടരുന്നതിന്റെ ധാർമ്മിക വശമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പണ്ട് PT ചോക്കയ്ക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ ഒരു കോൺഗ്രസ് MLA തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനുള്ളിൽ നിരാഹാരം കിടന്നിരുന്നു. ആ നിരാഹാരത്തെ തുടർന്ന് PT ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ രാജിവെച്ച ചരിത്രവും പാരമ്പര്യവുമുള്ള കോൺഗ്രസ്
കഴിഞ്ഞ വർത്തമാനകാലത്ത് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ അപജയങ്ങൾ ഇക്കാര്യത്തിലാണ്. വിൻസെന്റിനെതിരെ വന്നുള്ള ആരോപണവും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വന്നിട്ടുള്ള ആരോപണവും കേസുകളായി കോടതി മുമ്പാകെ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഇപ്പോ നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഇപ്പോ ഇത്തരം ഒരു നിലപാടെടുക്കുന്നത്. ശരി ശ്രീ പണിക്കർ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉണ്ടാകും. പക്ഷെ അവിടെ ഈ ധാർമ്മികതയുടെ വശം നോക്കുമ്പോൾ കോൺഗ്രസിന് അല്പം മേൽക്കൈ ഇക്കാര്യത്തിൽ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല, പ്രത്യേകിച്ച് രാഹുലിന്റെ കാര്യത്തിൽ. പക്ഷെ അതിലെ ഈ ഒരു കള്ളത്തരമാണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പി ടി ചാക്കോയുടെ കാര്യം ഹസ്കർ പറഞ്ഞതുകൊണ്ടാണ് അവിടെയും ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്ന അതേ സംഭവം തന്നെ ഉണ്ടല്ലോ. പി ടി ചാക്കോയുടെ കാര്യത്തിലും കോൺഗ്രസിലെ ആ വിഭാഗീയത അന്ന് വലിയ പ്രശ്നമായിരുന്നു. പിന്നെ പാർട്ടിയുടെ പിളർപ്പിലേക്കുമൊക്കെ ആ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് ഈ നേതാക്കൾ വരുമ്പോഴും രാഹുൽ ഇതിൽ നിന്ന് മുക്തരാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസിലുണ്ട്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലുണ്ട്. അവരിത് സജീവമാക്കി നിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു ധാർമ്മികത ഈ വിഷയത്തിൽ കോൺഗ്രസിന് സത്യത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം മുകേഷിന്റെ കേസാണ്. മുകേഷിന്റെ കേസും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസും തമ്മിലുള്ള പ്രാഥമികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ പാടില്ല. ഒന്ന്, മുകേഷോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇതേവരെ അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ഏറ്റിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റിട്ടില്ലായിരിക്കും, പക്ഷെ പാർട്ടി അത് ഓണപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രകടമായിട്ടുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് പാർട്ടി ഒരു നടപടി എടുത്തിട്ടുണ്ട്. മുകേഷിന്റെ കേസിൽ അങ്ങനെയല്ല. രണ്ട്, പൊതുസമൂഹത്തിന് കൂടെ പ്രാഥമികമായി ബോധ്യം തോന്നുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു തെളിവ് വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, രാഹുൽ അത് നിഷേധിക്കുന്നില്ല. ഓഡിയോ വന്നിട്ടുണ്ട്, അത് അദ്ദേഹം പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നില്ല. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാദം പോലും അങ്ങേയറ്റം ദുർബലമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ മറ്റേ കേസിൽ അതേപോലെ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട്. പിന്നെ മുകേഷിന്റെ പേരിലുള്ള ഒരു കേസ് ഗാർഹിക പീഡനം എന്ന നിലയ്ക്കാണെങ്കിൽ മറ്റേതാണ് സ്ത്രീ പീഡനം എന്ന നിലയ്ക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ ഗാർഹിക പീഡനത്തിന്റെ ശ്രീ ഹസ്കർ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് നമുക്ക് അതിനെപ്പറ്റി ബോധ്യമില്ല. അതിൽ തീരുമാനം കൽപ്പിക്കേണ്ടത് കോടതിയാണ്. കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം. അതേപോലെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന മറ്റാൾക്കാരും ഇവിടെ ഉണ്ട്, മന്ത്രിമാരായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഒന്ന്. രണ്ട്, അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന സ്ത്രീപീഡന ആരോപണം അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. അതിൽ വന്നിരിക്കുന്നതിലും ആരോപണം വാക്കാൽ വന്നിരിക്കുന്നതാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇത് രണ്ടും പ്രാഥമികമായിട്ടുള്ള വ്യത്യാസമാണ്. അതായത് കോൺഗ്രസിന് ഡിനൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള പ്രൈമ ഫേസി എവിഡൻസ് അവിടെ കിട്ടിയത് കൊണ്ടാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് അവർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഒരുപക്ഷെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും അത് മാറ്റേണ്ടി വരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പറയുന്ന വാക്ക് എന്താണ്? ധാർമ്മികത എന്നുള്ള വാക്കാണ്. ഞാൻ ചോദിക്കുന്നത്, ധാർമ്മികത എന്തുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിലിന്റെയോ വിൻസെന്റിന്റെയോ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കാതിരുന്നത്? ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ പറയുന്നത് പരാതി ഇല്ലാഞ്ഞിട്ടും ഞങ്ങൾ ഈ ധാർമ്മികത എടുത്തു എന്നാണെങ്കിൽ, എൽദോസിന്റെ കാര്യത്തിലും വിൻസെന്റിന്റെ കാര്യത്തിലും പരാതി ഉണ്ട്. ഈ രണ്ടാൾക്കാരുടെയും കാര്യത്തിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഈ രണ്ടാൾക്കാരുടെയും കാര്യത്തിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അത്രയും സാവകാശം കൊടുത്തതിന് ശേഷം ഈ കേസിൽ അവരുടെ പക്ഷം എന്താണ് എന്ന് മനസ്സിലാക്കി കോൺഗ്രസിനെ ഒരുപക്ഷെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ ആ താല്പര്യം, ആ ബോധ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിരുന്ന സമയത്ത് പോലും കോൺഗ്രസ് ഈ ധാർമ്മികത കാണിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സെലക്റ്റീവായിട്ടുള്ള ഒരു ധാർമ്മികത 3 MLA-മാരിൽ ഒരാളിന്റെ കാര്യത്തിൽ മാത്രം കാണിക്കുന്നത് എന്ന് വെച്ചാൽ, മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഇന്ന് ഡിഫൻസ് ഉണ്ട്. വിൻസെന്റിനെതിരെയോ എൽദോസ് കുന്നപ്പള്ളിനെതിരെയോ എന്തുകൊണ്ട് സമാനമായ നടപടി എടുത്തില്ല എന്ന് ഇപ്പോ ശ്രീ വസന്തിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു ഡിഫൻസ് ഉണ്ട്. അന്ന് പറഞ്ഞിരുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് പിണറായി സർക്കാർ അന്വേഷിക്കുന്നത്, പിണറായി പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസാണ്, അതുകൊണ്ട് അതിൽ വിശ്വാസ്യത ഇല്ല എന്നാണ്. ആ കേസ് അന്വേഷണത്തിൽ വിശ്വാസ്യത ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ആ ഡിഫൻസ് എന്ന് പറയുന്നത്. അതെ, പക്ഷെ ആ ഡിഫൻസ് ഇവിടെ ഇല്ല. കാരണം 2 കേസുകളിലും ഒരേ ആൾക്കാർ തന്നെയാണ്. എന്നിട്ട് പോലും പറയുന്നത് പരാതിയില്ല. ഇപ്പൊ തന്നെ ശ്രീ വസന്ത് ഈ ചർച്ചയിൽ തന്നെ പറയുന്നത് നോക്കൂ, പരാതിയില്ല, ധാർമ്മികതയാണ്. ഞാൻ ചോദിക്കുന്നത്, പരാതിയില്ല എങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയത്? അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന സ്വാഭാവിക നീതി, നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഭാഗം കൂടി ചോദിക്കണം. ഇപ്പൊ എ ഗ്രൂപ്പിലുള്ള കുറേയധികം ആൾക്കാർ പറയുന്നത് ഈ പോയിന്റ് തന്നെയാണല്ലോ. പക്ഷേ കോൺഗ്രസ് അവിടെ കണ്ട ധാർമ്മികത എന്താണ്? അദ്ദേഹത്തിന്റെ ഭാഗം ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം പാർട്ടി അംഗമാകാൻ പാടില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ധാർമ്മികതയുടെ പേരിൽ സത്യത്തിൽ ഈ വിഷയം നിയമസഭയിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് പറയേണ്ടുന്ന ഒരൊറ്റ കാര്യമല്ലേ ഉള്ളൂ, ഞങ്ങൾ ധാർമ്മികമായി ഈ വിഷയത്തിൽ നടപടിയെടുത്തു. അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എന്ത് ആരോപണം നിങ്ങൾ ഉയർത്തിയാലും, നേരത്തെ പറഞ്ഞതുപോലെ കോഴിയുടെ ശബ്ദമോ കാളയുടെ ശബ്ദമോ എന്തുണ്ടാക്കിയാലും അതിന് അദ്ദേഹം മറുപടി പറയട്ടെ, നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല.
പാർട്ടിക്കെതിരെ പാർട്ടി സംരക്ഷിച്ചു എന്ന രീതിയിലത്തേക്ക് ആരോപണം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർക്ക് എണീറ്റ് നിന്ന് മറുപടി പറയാൻ കഴിയും. ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, നിങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം മറുപടി പറയട്ടെ എന്ന് പറയാം. ഞാൻ ചോദിക്കുന്നത് ഒരു വ്യത്യാസം, രാഹുൽ ഇപ്പോൾ പാർട്ടി അംഗമായിട്ട് തുടരുകയായിരുന്നു എന്ന് കരുതിക്കോളൂ, പാർലമെന്ററി പാർട്ടി അംഗവുമായിട്ട് തുടരുകയാണ്. ഏത് തരത്തിലാണ് ഈ ഡിഫൻസിൽ വ്യത്യാസം ഉണ്ടാവുക? ഇപ്പോൾ അദ്ദേഹം ഇത് രണ്ടുമാണെങ്കിൽ എങ്ങനെയാണോ പാർട്ടി അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് സീനിയർ ലീഡേഴ്സ് എല്ലാം പറയുന്നത്. ഈ നിമിഷം വരെ പരാതിയില്ല. ഒരു പോയിന്റ് അതിലൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ശ്രീത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതിൽ മൊഴി നൽകുവാൻ ആരും എത്തുകയില്ല എന്നുള്ള ഒരു ബലത്തിൽ കൂടിയാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ കൂടിയാവാം കോൺഗ്രസ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ കുറ്റവിമുക്തനാക്കപ്പെടാൻ പോകുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെയും ഒരു മൊഴിയും വരാതിരിക്കുകയും ചെയ്താൽ പിന്നെ ആ പുറത്തു വന്ന ചാറ്റുകൾക്ക് പ്രസക്തി ഇല്ലാതാകുമല്ലോ, പുറത്തു വന്ന ഓഡിയോകൾക്ക് പ്രസക്തി ഇല്ലാതാകുമല്ലോ. അപ്പോൾ അങ്ങനെ വെളുപ്പിക്കാം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരികയാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനെ കോൺഗ്രസിൽ തന്നെ ഒരു വലിയ വിഭാഗം അതിനെതിരെ നിൽക്കുന്നുണ്ടല്ലോ. നിശ്ചയമായും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീ വസന്ത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ നിഷേധിച്ചേക്കാം. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാജ ID കാർഡ് ആരോപണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിലടക്കം അദ്ദേഹത്തിന് നേരത്തെ KSUക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് പ്രവർത്തനം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ആഭ്യന്തര ചർച്ചകൾ പോലും വരുന്നത് അവിടെ രണ്ട് അഭിപ്രായം ഉള്ളത് കൊണ്ടാണ്. മുകളിൽ അഭിപ്രായം ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. അതായത് നമ്മൾ പരാതിയില്ല എന്ന് പറയുന്നു, കുറേയധികം ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ നമ്മൾ കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരാതിപ്പെട്ടിരിക്കുന്നത് ഒന്നും തന്നെ ഇതിലെ പരാതിക്കാരല്ല, അല്ലെങ്കിൽ ഇതിന്റെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറയപ്പെടുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ഏത് എക്സ്റ്റെൻഡ് വരെ ഈ വിഷയത്തിൽ ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിന് കഴിയും എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന, ഇവിടെ ധാർമ്മികത മുൻനിർത്തി എടുത്തിരിക്കുന്ന നടപടി റിവോക്ക് ചെയ്യുക എന്നുള്ളതാണോ ഈ നിമിഷം കോൺഗ്രസ് പറയുന്നത്? അതോ പിന്നീട് ഒരു പരാതി വന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം വീണ്ടും റദ്ദ് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ നിമിഷം വരെ പരാതി ഇല്ല എന്ന് ശ്രീ വസന്ത് ഉൾപ്പെടെ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഒന്നാമത്തെ ദിവസം പറഞ്ഞ എന്താണ്? പരാതി ഉണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ പരാതി ഉള്ളപ്പോൾ ആ പരാതിയുടെ പേരിൽ ഒരു പിതാവ് ചെയ്യുന്നതിന് തുല്യമായ നടപടി എടുത്തിരിക്കുന്നയാൾ പിന്നീട് ആ പരാതിയുടെ മെറിറ്റിനെ പറ്റി അന്വേഷിക്കേണ്ടതല്ലേ? പുത്രനെ പോലെ തന്നെ കാണാവുന്ന, അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു നേതാവ്, ഒരു യുവ നേതാവ്, ആ നേതാവിന്റെ ഭാഷ്യം കൂടി കേൾക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞത് ഇതിനൊരു ഇന്റേണൽ എൻക്വയറി ഇപ്പൊ നടക്കുന്നുണ്ടോ? അതോ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് കൊടുക്കട്ടെ എന്നാണോ? ഞാൻ പറഞ്ഞ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഇവിടെ നടക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു പരാതി പ്രതിപക്ഷ നേതാവിന്റെ മുന്നിലുണ്ട്. അതിൽ പരാതിക്കാരിയുമുണ്ട്, ആരോപണ വിധേയനായിട്ടുള്ള ആളുണ്ട്. ഈ രണ്ടാൾക്കാരിൽ നിന്ന് മൊഴി എടുത്തതിന് ശേഷം എന്താണ് കോൺഗ്രസ് തീരുമാനിക്കാൻ പോകുന്നത്? അതിന്റെ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടോ? അത് ഏത് ഘട്ടം വരെയായി നമുക്കറിയുമോ? ഒന്നിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് നിലവിൽ എന്താ ചെയ്തിരിക്കുന്നത്? ധാർമ്മികത മുൻനിർത്തി ഒരാളിനെ മാറ്റി നിർത്തുന്നതായിട്ട് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിനെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടക്കുന്നുവെന്ന് പറയുന്നു. അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കുന്നതിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നു. ഇത് പറയുന്നതാരും ഈ ചെറിയ ആൾക്കാരല്ല. ഞാൻ പറയുന്നത് പാർട്ടിയുടെ സീനിയർ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും ഒരു പാർലമെന്ററി പാർട്ടി അംഗമായിട്ട് തന്നെ അദ്ദേഹത്തിനെ അവർ കാണുന്നു എന്നാണ്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ധാർമ്മികതയും കൂടി പറയരുത്, കാരണം അത് ഇരട്ടത്താപ്പാണ്. അത് മാത്രമാണ് വസന്ത് തെങ്ങുംപള്ളി. അതായത് രണ്ട് സാഹചര്യങ്ങൾ നോക്കുക. ഒന്ന്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ്. അപ്പോൾ നിയമസഭയിൽ പങ്കെടുക്കുവാനായിട്ട് അദ്ദേഹം വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും UDFന്റെ പ്രതികരണം എന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലല്ല, കോൺഗ്രസിന്റെ ഒരു MLA തന്നെയാണ്, നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു MLA എന്ന നിലയിലാണ് എന്ന് കരുതുക. ആ സമയത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഭരണപക്ഷത്തിന്റെ ആക്രമണത്തിൽ നിന്ന്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ സസ്പെൻഷനിലായ സമയത്തുള്ളത്? രണ്ടും ഒരേ വർത്തമാനം തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലല്ലോ. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട നിലപാട് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ രണ്ടു പക്ഷത്തും BJPയിൽ നിന്നുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാറിനെതിരെ ആരോപണം വന്നല്ലോ. അപ്പൊ എന്താണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റിന് നേരിട്ട് പരാതി കിട്ടി, എന്താണ് നിലപാടെടുത്തതെന്നൊക്കെ അവർ പറയട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാ അഭിപ്രായത്തെ മാറ്റി നിർത്തിയേക്കൂ. എന്നാൽ ഒരു ഭരണഘടനാ സ്ഥാപനമുണ്ട് ഈ സംസ്ഥാനത്ത്, അതിന്റെ പേര് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നാണ്. ആ സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ സംസ്ഥാനത്തെ എല്ലാ വനിതകളുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള സമിതിയാണ്. ആ സമിതിയുടെ അധ്യക്ഷ P. സതീദേവി, സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ P. സതീദേവി
നേരിട്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാടാണ് പാർട്ടികൾ എടുക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നേ. മുകേഷിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? 2 വർഷം ശിക്ഷിച്ചാൽ, 2 വർഷം ശിക്ഷിക്കപ്പെടുന്ന തരത്തിൽ FIR ഇട്ടാൽ എന്ന് പോലുമല്ല, 2 വർഷം FIR ഇട്ട് അതിൽ കോടതി വിധി വന്ന് ശിക്ഷിച്ചാൽ മാത്രം സഭയിൽ നിന്ന് മാറി നിന്നാൽ മതി, രാജിവെച്ചാൽ മതി എന്ന് പറഞ്ഞത് CPM-ന്റെ നേതാവായ അല്ല ഞാൻ സതീദേവിയെ കാണുന്നത്, സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്. അതായത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്താണ് പറഞ്ഞത് മുകേഷിന്റെ കാര്യത്തിൽ? അവരുടെ നിലപാട് ഇങ്ങനെയാണ്. ഇനി അങ്ങയുടെ ചോദ്യം അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒന്ന്, പാർട്ടി മെമ്പർ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ അദ്ദേഹം പാർട്ടി മെമ്പർ ആണെങ്കിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുക അദ്ദേഹത്തിന്റെ ഭാഗം കൂടി പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ ഇന്ന് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ മുകേഷിനെ ഓർമ്മിപ്പിക്കും, ഞങ്ങൾ ശശീന്ദ്രനെ ഓർമ്മിപ്പിക്കും, ഞങ്ങൾ കടകംപള്ളിയെ ഓർമ്മിപ്പിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ശശീന്ദ്രനെതിരെ തെളിവ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ട്. ശ്രീജിത്ത് പണിക്കർ, നമ്മുടെ കടകംപള്ളിക്കെതിരെയുള്ള ഓഡിയോ ക്ലിപ്പും പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. മുകേഷിനെതിരെ ഉള്ളതും ആ കേസിൽ എക്സിബിറ്റായി കോടതിയിൽ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാകാത്തതാണ്. നിങ്ങൾക്ക് പ്രതിരോധിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്ത് പോയി പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ചെയ്തേനെ. പക്ഷെ അതിൽ ഒരു ചെറിയൊരു ഘടകം പോലും പ്രതിരോധിക്കുവാൻ ഇല്ലായിരുന്നു. അതാണല്ലോ പറ്റിയത്. രാഹുലിനും ഇല്ലായിരുന്നു, കോൺഗ്രസിനും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറയാം ഇതെല്ലാം ആരോപണങ്ങളാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ. അതുപോലും പറയുവാനുള്ള അവസരമില്ലായിരുന്നു ശ്രീ വസന്ത് തെങ്ങുംപള്ളി. പക്ഷേ എൽദോസിന്റെ കാര്യത്തിലാണെങ്കിലും വിൻസെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു പ്രതിരോധം തീർക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ അതിവിടെ ഇല്ല. അതുകൊണ്ടാണ് പ്രശ്നമാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സസ്പെൻഷനിലായ രാഹുലിനെയും സസ്പെൻഷനിൽ അല്ലാതിരിക്കുന്ന രാഹുലിനെയും ഒരേപോലെ കാണുന്നു എന്ന രീതിയിൽ ഇപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുകയുള്ളൂ. വസന്തിന് പറഞ്ഞു തോന്നിയേക്കാം. ഒരിക്കലുമല്ല. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഓഡിയോ ക്ലിപ്പാണ് കഴിഞ്ഞ ദിവസം CPI നേതാവ്, പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ CPI നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒരു മാധ്യമ പ്രവർത്തക തന്നെ സമീപിച്ചുവെന്നും രാഹുലിനെതിരെ പരാതി ഉണ്ടോ, നിങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നുവല്ലോ, പത്തനംതിട്ട ജില്ലയിലെ സഹപ്രവർത്തകരിലെ ഒരു പരാതി കൊടുത്തൂടെ എന്ന കണക്കിന് ചോദിക്കുന്നത്. ആദ്യം വന്ന അലിഗേഷൻസ് നിങ്ങൾക്ക് അങ്ങനെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയാമായിരുന്നു. നിങ്ങളത് പറഞ്ഞിട്ടില്ല. ഈ രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ വെളിയിൽ വന്നത്, അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നിയില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ല, അതുകൊണ്ടാണല്ലോ പാർട്ടി, ഇപ്പൊ നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചതിന് കൂടി ഉത്തരം പറയാം. അതുകൊണ്ടാണ് പാർട്ടി ഞങ്ങൾ ഇതിലൊരു ഇന്റേണൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ രണ്ടുപേരെയും കേൾക്കും, രാഹുലിനെയും കേൾക്കും, പരാതിക്കാരെയും കേൾക്കും. എനിക്ക് തോന്നുന്നില്ല അന്വേഷണമുണ്ടോ. സ്വാഭാവികമായും ഉണ്ട്. അല്ലല്ല, KPCC പ്രഖ്യാപിച്ചില്ല. നോ, നെവർ. ഞങ്ങളുടെ കമ്മീഷൻ മറ്റേ ഈ പറയുന്ന എന്താണ്, തീവ്രത ഇളക്കൽ യന്ത്രവുമായി എവിടെയെങ്കിലും പോകുന്ന കമ്മീഷൻ അല്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കേൾക്കും. പരാതി ആരോപിക്കപ്പെട്ടിരിക്കുന്ന അയാളുടെ ഭാഗവും കേൾക്കും. അങ്ങനെ ഒരു നടപടി. ഒരു കാര്യം കൂടി, ഇന്ത്യയിലായിട്ട് ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നാണ് കേട്ടോ. ഇന്ത്യയിലായിട്ട് ഒരു അന്വേഷണം നടത്തുന്നില്ല. അല്ല, അത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയേണ്ട ആവശ്യം എനിക്കില്ല. അത്ര അപക്വമതിയല്ല ഞാൻ എന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു കാര്യം കൂടി പറയാം. ഇനി നമുക്കറിയാം. അല്ലല്ല, അവർക്ക് ഉളുപ്പില്ലായിരുന്നു, അവർക്ക് തൊലിക്കട്ടി ഉണ്ടായിരുന്നു. ഇതിന് തീവ്രത അത്തരത്തിലൊരു കമ്മീഷൻ അല്ല, അത് മനസ്സിലാക്കിയാൽ മതി. രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ കോൺഗ്രസിൽ അങ്ങനെ രഹസ്യമായിട്ട് കമ്മീഷനുകളെ വെക്കാറില്ല. ചെയ്യാറില്ല. അല്ല, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. സ്വാഭാവികമായും എതിരഭിപ്രായങ്ങൾ വിവിധ ഘട്ടങ്ങളിലുണ്ട്. കോൺഗ്രസ് എടുത്തു വന്ന ഈ കാലഘട്ടത്തിൽ 885 മുതൽ മുംബൈയിലെ തേജ്പാൽ സംസ്കൃത കോളേജ് മുറ്റം മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള എടുത്തു വന്ന എല്ലാ നിലപാടിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് പറയാൻ ഈ പാർട്ടി സ്വാതന്ത്ര്യമുണ്ട്. അത് പറഞ്ഞതിന്റെ പേരിൽ ആരുടെയും മറ്റേക്ക് ഇനോവ പോവില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി തൊലിക്കെട്ടിയിട്ടുകൊണ്ട് ഇത് തീവ്രത ഇളക്കൽ കമ്മീഷനാണ് എന്ന് ഞങ്ങൾ പറയാനും പോകുന്നില്ല. പിന്നെ ഇപ്പൊ ഈ മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. മുഖ്യധാര കമ്പനികളെല്ലാം അവർക്ക് ഏതെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അത് വേറൊരു കമ്പനിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ ശ്രീജിത്ത് പണിക്കറിന് അറിയാം, അദ്ദേഹം IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ മറ്റേ മെഷീനും
കോടതിയും പോലീസും ഒക്കെ ഉള്ള ഒരു സംവിധാനം AKG സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കൊടുത്താൽ മതി, അവർ അന്വേഷിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതിനകത്ത് എപ്പോഴും ഈ CPM-നെതിരെ പറയുമ്പോഴും ഇതെല്ലാം നിങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതാണ് നിങ്ങൾക്ക് ഇതിൽ പ്രതിരോധം തീർക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു പ്രതിരോധം തീർത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് മറ്റു തെളിവുകൾ അവർ തന്നെ പുറത്തുവിടും. അതാണ് പ്രശ്നമാകുന്നത്. അതാണ് ഇല്ല ശ്രീത്ത്, അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഭ്യന്തരമായിട്ടുള്ള പടലപ്പിണക്കം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഈ പാർട്ടിയുടെ ഉള്ളിലെ ഗ്രൂപ്പിസം ഒന്നുമല്ല. മറിച്ച് ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ ചത്തൊഴിയാതെ അവിടെ വേറൊരാൾക്ക് പറ്റില്ല എന്നുള്ള ഒരു സങ്കല്പം കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഒരു ആരോപണം നേരിടുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്ഥാനമോഹികളായിട്ടുള്ള നിരവധി ആൾക്കാർ തന്നെ തെളിവ് സംഘടിപ്പിച്ച് കൊണ്ടുവരും. അപ്പൊ അവർ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് വരും, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് വരും. ഇതൊക്കെ തന്നെ നടക്കും. ഞാൻ പറഞ്ഞത് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമുക്ക് മെറിറ്റ് നോക്കിയതിനു ശേഷം ഈ വിഷയത്തിനെ നമുക്ക് സമീപിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ശ്രീ വസന്ത് ഉൾപ്പെടെ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ വന്നതിന് ശേഷം പറയുന്ന അഭിപ്രായം കേട്ടാൽ ഇവർ കോൺഗ്രസിനെയാണോ ഡിഫെൻഡ് ചെയ്യുന്നത് അതോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിനെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ചില വിഷയങ്ങളിൽ ഇവർ കോൺഗ്രസ് പറയുന്ന നിലപാടും ചില വിഷയങ്ങളിൽ രാഹുൽ പറയുന്ന നിലപാടിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ്? ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണോ? വളരെ ലോഡഡ് ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ. രണ്ട്, ഇത് വ്യാജ ആരോപണമാണോ ഈ വന്നിരിക്കുന്നത് എല്ലാം? മൂന്ന്, ഇതിൽ സ്ത്രീകളാണല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഈ സ്ത്രീകളെല്ലാം നുണ പറയുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ആരോടും ചാറ്റ് ചെയ്തിട്ടില്ലേ? ഇതിൽ കേൾക്കുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെതാണോ അല്ലയോ? ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ നാളെ ഇതുവരെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുകേഷിന്റെ കേസിൽ അദ്ദേഹം പറയുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. നമ്മൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആരോപണം വരുന്ന ഘട്ടത്തിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ പിന്നീട് ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഞാൻ രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നതിന്റെ കാരണം എന്താണ്? ഇപ്പൊ മുകേഷിന്റെ കേസിൽ അദ്ദേഹം പറയുമ്പോൾ ആ നിലപാടിൽ നിന്ന് തന്റെ സ്വന്തം കേസിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, പാർട്ടിയോടുള്ള ചോദ്യം. ഒരുപക്ഷെ നമുക്ക് ആർക്കും അറിവില്ലാത്ത ഒരു കാര്യമാണ് ശ്രീ വസന്ത് ഇപ്പൊ പറഞ്ഞത്. ആഭ്യന്തരമായിട്ട് കോൺഗ്രസിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന്. അത് ഉണ്ടാകുമെന്ന് ആദ്യം ശ്രീ VD സതീശൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നും ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് AICCയുടെ ദീപാദാസ് മുൻഷിയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ CPM-ന്റെ ഒരു ഉൾപാർട്ടി അന്വേഷണത്തിനെ പറ്റി അറിയാം. അപ്പൊ അതിലാണ് നമ്മൾ ഈ തീവ്രത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കളിയാക്കുന്നത്. ശ്രീ വസന്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ തീവ്രത അളക്കുന്ന ഒരു കമ്മീഷൻ ഉളുപ്പില്ലാത്ത കമ്മീഷനാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴും ഏറ്റവും മിനിമം അവർക്കുണ്ടായിരുന്ന ഉളുപ്പ് ആരൊക്കെയാണ് അന്വേഷണ കമ്മീഷനിലുള്ള അംഗങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ആ പേര് പറയാനുള്ള ഉളുപ്പെങ്കിലും കോൺഗ്രസിന് വേണ്ടേ? ഞങ്ങളുടെ ആഭ്യന്തരമാണ്, ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് എന്താണ് നമുക്കുള്ള ഒരു മൊറാലിറ്റി? നമ്മളെല്ലാം ധാർമ്മികതയുടെ പേരിൽ പറയുമ്പോൾ അവിടെ രണ്ട് പേരുണ്ട്. ശരി, ആ രണ്ടുപേരുടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ പരാതി പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഒരാൾ, അവര് ആരെ സമീപിക്കണം? കോൺഗ്രസിൽ ഈ അന്വേഷണം നടത്തുന്ന ഒരു കമ്മീഷനെ സമീപിക്കാമല്ലോ അല്ലേ? അപ്പൊ ആ കമ്മീഷന്റെ അംഗങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്? അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജനാധിപത്യ പാർട്ടി പറയേണ്ടുന്ന ഒരു കാര്യമല്ലേ? അത് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രത അളന്ന ആൾക്കാർക്കാണോ ഉളുപ്പില്ലാത്തത്, അതോ അവരുടെ പേര് പോലും പറയാൻ കഴിയാത്ത? ശരിയാണ്. അങ്ങനെ ചോദ്യം വരും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്. അല്ല, ഒരിക്കലും അല്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ വളരെ കൃത്യമായി എൻ്റെ അത് വളരെ വ്യക്തമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കയ്യിൽ പോലീസില്ല, ഞങ്ങളുടെ കയ്യിൽ കോടതിയില്ല. പിന്നെ പാർട്ടിക്ക് ബോധ്യപ്പെടാനുള്ള അന്വേഷണമാണ് പാർട്ടി ഇന്റേണലി നടത്തുക. അതുകൊണ്ട് ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതാണ്, ഇത് അതേപടി FIR-ൽ പകർത്തി എഴുതിക്കോളൂ എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. നിലവിൽ പിണറായി വിജയന്റെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത്, അദ്ദേഹത്തിന്റെ ക്രൈംബ്രാഞ്ചാണല്ലോ അന്വേഷിക്കുന്നത്. അന്വേഷിച്ച് കണ്ടെത്തട്ടെന്നേ. അവർ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ ഈ പരാതിക്കാരെ തപ്പി നടക്കുന്നുണ്ടല്ലോ. ഒടുക്കം ഒരാളെങ്കിലും പരാതിക്കാരെ കിട്ടട്ടെ. അങ്ങനെ കിട്ടുന്ന ആളെ വെച്ച് FIR ഇട്ട് അതിന്റെ ചാർജ് ഷീറ്റും കേസ് ഡയറിയും കോടതിയിൽ സബ്മിറ്റ് ചെയ്യട്ടെ. അങ്ങനെ അയാളെ ശിക്ഷിക്കട്ടെ. ഞാൻ പറയുന്ന പരാതിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളെ ആരെയും സമീപിക്കേണ്ട, ഞങ്ങളെ ആരെയും അല്ല സമീപിക്കേണ്ടതും. ഈ സംസ്ഥാനത്തൊരു നിയമ സംവിധാനമുണ്ട്, ആ സംവിധാനത്തെ ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ പിണറായി വിജയന്റെ പോലീസിന്റെ അടുത്തേക്ക് ആരും പോകാത്ത. എങ്കിൽ പോലും ഇപ്പൊ ആ പോലീസ് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർ 24/7 അങ്ങോട്ട് വിളിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ ആ പോലീസിനെ സമീപിക്കട്ടെ. അങ്ങനെ സമീപിച്ച്
ആ കേസിൽ അയാൾ പ്രതി ചേർക്കപ്പെടട്ടെ, എന്നിട്ട് അയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഞങ്ങൾ ഈ പോലീസിനെ വിശ്വാസത്തിലെടുക്കുകയാണ്. അവരന്വേഷിക്കട്ടെ, അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. ശരി ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുമ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടത്തിയ അന്വേഷണം പോലെ ആകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും മൊഴി ക്രൈംബ്രാഞ്ചിൽ എത്താതിരിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ക്രൈംബ്രാഞ്ച് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമായി നടത്തുന്നു, മൊഴി ശേഖരിക്കുന്നതിന് വേണ്ടി. അതുണ്ടായില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് പഴയ ഒരു ഇമേജിലേക്ക് തിരിച്ചെത്താൻ കഴിയുമല്ലോ. സാങ്കേതികമായിട്ട് നോക്കുമ്പോഴും നിയമപരമായിട്ട് നോക്കുമ്പോഴും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, കോൺഗ്രസിന്റെ അംഗത്വത്തിലേക്ക് തിരിച്ചെത്താം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിഫെൻസീവിലാവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാവും. കാരണം എന്താണ്? പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് തന്നെയാണ് അന്വേഷണം നടത്തിയത്. മഞ്ജുഷ്, ഈ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം യഥാർത്ഥത്തിൽ ഒരു ധൃതി പിടിച്ച അന്വേഷണവും അനവസരത്തിലുള്ളതുമാണെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ കരുതുന്നത്. ഞാൻ വിചാരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. നിശ്ചയമായും അത്തരം ഒരു അന്വേഷണത്തിന്റെ സാധ്യത നിലവിൽ ഒരു പരാതി ലഭിക്കാത്തിടത്തോളം കാലം ഉണ്ടായിരുന്നില്ല. നിലവിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് പരാതികൾ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം നടന്നതായി ശബ്ദ സന്ദേശങ്ങളിലൂടെ പൊതുമധ്യത്തിൽ നിൽക്കുന്നു. അത് സുവമോട്ടോ പോലീസിന് എടുക്കാവുന്ന ഒരു കേസ് കൂടിയാണ്. അങ്ങനെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമായിരുന്നു എന്ന തോന്നലാണ് എന്നെ പോലുള്ള ആളുകൾക്കുള്ളത്. ഞാൻ കരുതുന്നു അത്തരത്തിൽ അല്ല, അതിലേക്ക് എത്താൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ, സൂചനകൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പോലീസിന് കഴിയും. പക്ഷേ ഈ അന്വേഷണം യഥാർത്ഥത്തിൽ ഇപ്പോ KPCC നടത്തുന്ന അന്വേഷണം പോലെ പരാതിക്കാരില്ലാത്ത ഒരു അന്വേഷണം എങ്ങനെയാണ് KPCC പരാതിക്കാരില്ലാത്ത അന്വേഷണം 5 അംഗ സമിതിയെ കൊണ്ട് നടത്താൻ പോകുന്നത്? ആരെ വിളിച്ച് കേൾക്കും? നിലവിൽ പരാതിക്കാരില്ലല്ലോ എന്ന് ആത്മവിശ്വാസത്തോടെ ബസന്തും കോൺഗ്രസും പറയുമ്പോൾ ഛർദ്ദിച്ചത് മൊത്തം തിരിച്ചു തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഇന്ന് പുറത്താക്കിയത്? എന്തിനാണ് രാഹുലിനെ KPCCയുടെ പ്രാഥമിക അംഗത്വം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പുറത്താക്കിയത്? ഇതിന് ഉത്തരം പറയാതെ പരാതിക്കാരില്ലല്ലോ. പൊതുമധ്യത്തിൽ പരാതിക്കാരില്ല എന്നുള്ളത് കൊണ്ട് ഏത് കുറ്റകൃത്യവും അടച്ചു വെക്കാനാവില്ല. ഇത് ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ സാഹചര്യത്തിൽ പോലീസിന് ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താം. പക്ഷെ ഒരു നിർഭാഗ്യവശാൽ ഇവിടെ പരാതിക്കാരെ ലഭിക്കുന്നില്ല. പരാതിക്കാരെ സംബന്ധിച്ച ചില സൂചനകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സൂചനകളിൽ അവർ ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും പോലീസിന് ഈ കേസിൽ സക്സസ്ഫുൾ ആവാനാണ്. പക്ഷെ അവിടെ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. നിങ്ങളെ CPM-നെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അങ്ങനെ മൊഴി വരികയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വേണമെങ്കിൽ പോകാം. കാരണം പാലക്കാട് പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള സാധ്യതകൾ അടയുന്ന ഒരു സമയത്ത് അപ്പോൾ പൂർണ്ണമായിട്ടും CPM പ്രതിരോധത്തിലാകും. MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്നു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്നു, KPCC കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എടുത്തു കളയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നും മിണ്ടാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള തന്ത്രങ്ങൾ പോലും കോൺഗ്രസ് ആവിഷ്കരിക്കുന്നുണ്ടാവാം. അല്ല, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് രാഹുൽ രാജിവെക്കാൻ MLA സ്ഥാനം രാജിവെക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് CPM-ന് മറുപടി ഉണ്ടാകില്ല. അവിടെ ചോദ്യം വരും മുകേഷ് നേരെ, കടകംപള്ളിയുടെ നേരെ, അല്ലേ? അല്ല, അത് രാഷ്ട്രീയപരമായി CPM-നെയും ഇടതുപക്ഷത്തിനെയും ഗുണം ചെയ്യുകയുള്ളൂ. കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്ന നിലപാട്, കഴിഞ്ഞ 3 ദിവസമായി കോൺഗ്രസ് നേതാക്കന്മാർ രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പടയണി ചേരുന്നത് ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് കോൺഗ്രസിന്റെ ധാർമ്മികതയ്ക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യവും സ്ത്രീപക്ഷ നിലപാടുകൾക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കാരണം പാലക്കാട് ഒരു ബൈ ഇലക്ഷന്റെ സാധ്യത പൂർണ്ണമായിട്ടും അടയുന്ന ഒരു ഘട്ടത്തിൽ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായേക്കാം. അങ്ങനെ വരുമ്പോൾ ഹസ്കർ ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലോ, അതാണ് CPM-ന്റെയും ആഗ്രഹം, രാഹുൽ MLA സ്ഥാനം രാജിവെക്കരുത് എന്ന്. അങ്ങനെ ഒരു സാഹചര്യം, രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ UDF-ന് കഴിയും, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും. തീർച്ചയായിട്ടും. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കുന്നതിന്റെ ഒരേ ഒരു ലോജിക്കൽ റീസൺ എന്ന് പറയുന്നത് ഈ ധാർമ്മികത പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രാഥമിക അംഗത്വം, പാർലമെന്ററി പാർട്ടി അംഗത്വം ഇതെല്ലാം റദ്ദ് ചെയ്യപ്പെടുന്ന സമയത്ത് പിന്നീടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചാൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ കോൺഗ്രസ് ആരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാലും ആ സീറ്റ് കിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ BJP-ക്കാകും. അപ്പോൾ ഇത് ആര് നിന്നു കഴിഞ്ഞാലും, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല,
അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ആര് വന്നാലും ഈ ഒരു വിഷയം അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഒരു കാറ്റ് എങ്ങോട്ടാണ് വീശുക എന്ന് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിന് തങ്ങളുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ ഇല്ലാതെയാക്കും. തങ്ങൾക്ക് പകരം BJP കളം പിടിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ആൾക്കാരിൽ ഉണ്ടാവുകയും CPM ഒരു ഭരണ തുടർച്ച കിട്ടുകയോ കുറെ സ്ഥലങ്ങളിൽ BJPക്ക് ബലം കൂടുതലായിട്ട് വരികയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത രാഷ്ട്രീയമായിട്ട് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് അതിലുണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് കോൺഗ്രസിന് അറിയാം. അതല്ല എങ്കിൽ മറ്റെല്ലായിടത്തു നിന്ന് മാറ്റിയതിനു ശേഷം ഇനി ആകെ ഒരൊറ്റ സ്ഥലത്തു നിന്ന് മാത്രമേ അദ്ദേഹത്തിനെ മാറ്റാനുള്ളൂ. ധാർമ്മികതയുടെ ഒരു ടേപ്പ് എടുത്തുകൊണ്ടുവന്ന് അളന്ന് എല്ലായിടത്തു നിന്ന് അദ്ദേഹത്തിനെ വെട്ടിമാറ്റി കൊണ്ടുവന്ന് അവസാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ബാധകമായിട്ടുള്ള ധാർമ്മികത പാലക്കാട്ടെ വോട്ടർമാർക്ക് എന്തുകൊണ്ടില്ല എന്നുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് കോൺഗ്രസിന് മറുപടി പറയാൻ കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത ഇല്ലാതായതിനു ശേഷം കോൺഗ്രസിന് രണ്ട് കാര്യങ്ങൾ സ്വീകരിക്കാം. ഒന്ന്, ഇതേ സ്റ്റാറ്റസ് കോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി അടുത്ത തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ പാലക്കാട് സീറ്റ് പോയാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ ആയിരിക്കും. ഇനി അതല്ല, അദ്ദേഹത്തിനോട് രാജിവെക്കാനാണ് അവിടെ പറയുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം അപ്പോൾ പരാതിക്കാരി ഉണ്ടാവണം, കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു ബോധ്യം കോൺഗ്രസിന് ഉണ്ടാകണം. അത് ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ചുമ്മാ ഒരു പരാതിയില്ലാതെ വെറുതെ 2 മാസം തള്ളിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാധ്യത ഇല്ലാതാക്കിയതിനു ശേഷം രാജിവെപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടൊരു മേൽക്കൈ കിട്ടുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ ജനങ്ങളോട് ധാർമ്മികത കാണിച്ചില്ല എന്നുള്ളൊരു ആരോപണം CPM ഉയർത്തും, BJP ഉയർത്തും. ഇപ്പൊ CPM സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നവർ പറയുന്നുണ്ടെങ്കിലും രാജിവെക്കരുതെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ആത്മാർത്ഥമായി കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രാജിവെക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ലോസ്റ്റ് ഗ്രൗണ്ട് റീക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ CPM ബെഞ്ചിൽ ഇരുന്നിട്ട് ആൾക്കാർ എന്തെങ്കിലും എണീറ്റ് വർത്താനം പറയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ബെഞ്ചിൽ നിന്ന് ആൾക്കാരുണ്ട്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആളല്ലേ വിൻസെന്റ്? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ അതിലെന്തായിരുന്നു കേസ്? അയലത്തെ എന്തോ വീട്ടമ്മയോ മറ്റോ ആണ്, ബലാത്സംഗമാണ്, ഈ കാര്യങ്ങളെല്ലാം വന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതാണ്. എൽദോസ് കുന്നപ്പള്ളിയിലുമായി ബന്ധപ്പെട്ടിട്ട് എന്തായിരുന്നു? സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഭീഷണിയുണ്ട്, വധശ്രമം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സീറോ ടോളറൻസ് ആണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകളിലൊക്കെ പോലീസിന്റെയും കോടതിയുടെയും ഇടപെടൽ ഉണ്ടാവുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരൊറ്റ ധാർമ്മികതയെ കാണിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ടൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ധാർമ്മികത എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. അതായത് തീവ്രത അളക്കുകയാണ് കോൺഗ്രസും. ശരിയാണ്, അതാണ് പോയിന്റ്. കോൺഗ്രസും തീവ്രത അളക്കുകയാണല്ലോ. അതായത് സെലക്റ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ ധാർമ്മികത വരുന്നത്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. അവിടെ അങ്ങനെ വന്നാൽ BJP അങ്ങ് ജയിച്ചു പോകുമോ എന്നുള്ള ഭയമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പേടിയുണ്ടല്ലോ കോൺഗ്രസിന്. അല്ല അവിടെ എങ്ങനെ വന്നാലും മത്സരിക്കാൻ പോകുന്നത് മറ്റേ പാൽ സൊസൈറ്റിയോട്ട് മത്സരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹത്തിനെതിരെ പുതിയ പരാതി വന്നിട്ടുണ്ടല്ലോ. സംസ്ഥാന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ചീറ്റിപ്പോയ കാര്യമല്ലേ. സന്ദീപ് വാര്യരുടെ കയ്യിൽ നിന്ന് എന്തോ പരാതി എഴുതി വാങ്ങിയിട്ട് ആ പഴയ പരാതി പൊടി തട്ടിയെടുത്തിട്ട്, അല്ലല്ല, അത് സതീഷിന് പറ്റിയ അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീഷിന് പറ്റിയ അബദ്ധമാണെന്നാണ് തോന്നുന്നത്. എന്തിനാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് അക്നോളജ് ചെയ്യുന്നത്? BJP ഓഫീസിൽ കിട്ടുന്ന എല്ലാ പരാതിക്കും അക്നോളജ്മെന്റ് അയക്കുന്നതാണ്. താങ്കൾ ഒരു പരാതി കൊടുത്താൽ പോലും അക്നോളജ്മെന്റ് ഉണ്ടാവും. സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ സംസ്ഥാന പ്രസിഡന്റിന് പരാതി കൊടുത്താൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് പരാതി കൊടുത്താൽ ഉടനെ അക്നോളജ് ചെയ്ത് അതിനകത്ത് അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനാണ്. ഇപ്പോൾ C കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതിയെ ഒരു സംശയം ചോദിക്കട്ടെ, C കൃഷ്ണകുമാറിനെതിരെ വന്ന പരാതിയെ പുഷ്പം പോലെ അതിജീവിക്കുവാനായിട്ട് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്തോ കാളയുമായിട്ട് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു കാളയെയും കണ്ടില്ല. പക്ഷേ രാഹുലിനെതിരെ അങ്ങനെയല്ല. അത് തോന്നലാണ്. കാര്യം ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞത് എല്ലാവർക്കും അക്നോളജ്മെന്റ് കൊടുക്കുമെന്ന് ആയിരുന്നുവെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് അത് മാറ്റി പറഞ്ഞിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസ് ഇതുവരെ അത് തിരുത്തിയിട്ടില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ പരാതി സംസ്ഥാന പ്രസിഡന്റിന് കിട്ടുമ്പോ അത് കണ്ണും പൂട്ടിയതാ, ഞങ്ങൾ അതിനകത്ത് അന്വേഷണം നടത്തിയേക്കാം എന്ന് വെറുതെ അവർ പറയും എന്ന് അങ്ങ് കരുതിയെങ്കിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഉത്തരം പരാതി കിട്ടി എന്നുള്ളതിന്റെ അക്നോളജ്മെന്റ് ആണ് അതൊക്കെ. അല്ല, ഈ കാള വിഷയം നിങ്ങൾ മതിയാക്കിയോ? അല്ലല്ലോ, VD സതീശൻ വെല്ലുവിളിച്ചല്ലോ, CPM-നെയും BJP-യെയും ഒരേ സമയം വെല്ലുവിളിച്ചല്ലോ, അത് നിർത്തിയോ? അല്ലെന്നേ, വിവാദമായ ശേഷം കറക്റ്റ് ചെയ്തോ സംസ്ഥാന പ്രസിഡന്റോ അദ്ദേഹത്തിന്റെ ഓഫീസോ? ഇല്ലല്ലോ. ഉന്നയിക്കുന്നതേ ഇല്ലല്ലോ. നിങ്ങൾ മാളത്തിൽ കയറി ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ BJP-യോ CPM-ഓ പിന്മാറിയിട്ടില്ല. ഈ വിഷയം നിങ്ങൾ ഒരു വിഷയമുണ്ട് ശ്രീ വസന്ത് മനസ്സിലാക്കാത്ത ഒരു വിഷയമുണ്ട്. അതായത് പാലക്കാട് വിഷയത്തിൽ ശ്രീ വസന്ത് ഒരു കാര്യമുണ്ട്. ഈ പാലക്കാട് വിഷയത്തിൽ ആരോപണം ഉണ്ടാകുന്ന സമയത്ത്
അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുമായി ബന്ധപ്പെട്ട കോടതി കേസുകൾ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയാനായിട്ട് ഈ ആരോപണം ഉണ്ടായ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന BJP നേതാവിന് സാധിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഈ പറയുന്ന ആരോപണങ്ങളെ നിഷേധിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയാത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് താങ്കളടക്കം മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ ചോദിച്ചു, എൽദോസ് കുന്നപ്പള്ളിന്റെയോ അല്ലെങ്കിൽ വിൻസെന്റിന്റെയോ കാര്യത്തിൽ ഉണ്ടായിരുന്ന തീവ്രതയേക്കാൾ കൂടുതൽ തീവ്രത രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് കൊണ്ടാണോ മറ്റുള്ളവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാതിരുന്നതും ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നതും എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയില്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം തന്നെ ന്യായീകരിച്ചു. അദ്ദേഹം മറ്റേതിലേക്ക് വരില്ല. അത് അല്ലെന്നേ, അല്ല, വളരെ കൃത്യമായി കൃഷ്ണകുമാറിനോട് തന്നെ ഒരു ചർച്ചയിൽ കൃത്യമായി ഞാനത് പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നതും നിങ്ങളന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിരോധിക്കുന്നതും സിവിൽ കേസാണ്. അതിനകത്ത് ഒരു പീഡന ശ്രമമുണ്ട്. പീഡന ശ്രമം അവരുടെ മുഖത്തടിച്ചു എന്ന കേസാണ്. 354A ആണ് നിലവിലെ പരാതി. ആ പരാതി ഇതിനു മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനിലും വന്നിട്ടില്ല, ഒരിടത്തും വന്നിട്ടില്ല. 354A അട്രാക്ട് ചെയ്യുന്ന, അതായത് സെക്ഷൽ ഹറാസ്മെന്റ്, അത് അട്രാക്ട് ചെയ്യുന്ന ഒരു പരാതി നിലവിൽ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മുമ്പായുണ്ട്. അതിന്റെ അകത്ത് എന്ത് നടപടിയെടുക്കും എന്ന് തീരുമാനിച്ചിട്ട് മതി BJP ഞങ്ങളെ തീവ്രത അളക്കാൻ വേണ്ടി വരുന്ന പരിപാടിയിലേക്ക് പോകുന്നതെന്ന് BJP പ്രതിനിധികൾ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹമല്ല, BJPയുടെ പ്രതിനിധി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, 354A ഇതുവരെ ഒരു പരാതിയും അദ്ദേഹത്തിനെതിരായി വന്നിട്ടില്ല, കോടതി സമക്ഷം വന്നിട്ടില്ല. വന്നിരിക്കുന്ന സിവിൽ കേസും ഒരു പീഡന ശ്രമവും മാത്രമാണ്. അത് മുഖത്തടിച്ചു എന്ന കേസാണ്. അതുകൊണ്ട് രണ്ടും രണ്ടാണ്. നിലവിലെ 354A ആണ്. അതിന്റെ അകത്ത് നിലപാടെടുക്കേണ്ടത് BJP ആണ്. അത് എടുത്തിട്ട് വേണം പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങാൻ എന്നുള്ളത് മനസ്സിലാക്കിയത്. ശരി, നന്ദി. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി എപ്പോഴും ഇല്ല. തീവ്രതയുടെ കാര്യത്തിൽ മറുപടിയില്ല. 2 MLA-മാരുടെ കാര്യത്തിൽ മറുപടിയില്ല. വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ ശ്രീ രാഹുൽ മാങ്കൂട്ടം. ഇവിടെ പിണറായി വിജയന്റെ പോലീസാണ് അന്വേഷിക്കുന്നത്. മറ്റ് 2 കേസുകളിലും അവർ കുറ്റക്കാരല്ല എന്ന് കോടതി തന്നെ കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ അവർ അന്വേഷിക്കട്ടെ, കണ്ടുപിടിച്ച് തെളിവുമായി വരട്ടെ. അപ്പൊ നമുക്ക് അല്ല, അങ്ങനെ അന്വേഷിക്കുന്നതിന് മുമ്പാണല്ലോ കോൺഗ്രസ് പുറത്താക്കുന്നത്. ആരോപണം വന്ന ഘട്ടത്തിൽ ഒരാളെ പുറത്താക്കുകയും ആരോപണം കുറ്റപത്രത്തിൽ എത്തുമ്പോഴും മറ്റുള്ളവരെ പുറത്താക്കാതിരിക്കുകയും ചെയ്താൽ തീവ്രത കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെന്നാണോ കോൺഗ്രസ് കരുതുന്നതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ ഇതേ നടപടി മറ്റുള്ളവരുടെ അടുത്ത് ധാർമ്മികത വെച്ചെടുക്കണ്ടേ? ധാർമ്മികത ഇന്നലെ ഉണ്ടായ വാക്കല്ലല്ലോ ശ്രീ വസന്ത്. അല്ലല്ലോ, രണ്ടുപേരുടെയും വിഷയത്തിൽ പോലീസ് പരാതി ഉണ്ടായിരുന്നു. പോലീസ് തന്നെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് കോടതിയിലെ കുറ്റപത്രം കുറ്റപത്രമുണ്ട്. വനിതാ കമ്മീഷൻ ഇടപെട്ടതാണ്. കുറ്റപത്രമുണ്ട്, വനിതാ കമ്മീഷൻ ഇടപെട്ടു. അത് മാത്രമല്ല, രാഹുലിനെതിരെ ഇതൊന്നുമില്ലാതെ തന്നെ പരാതി പോലും ഇല്ലാതെ നടപടിയെടുത്തു എന്നാണല്ലോ. അവിടെ അങ്ങനെയല്ല. പരാതി വന്ന സമയത്ത് നടപടിയെടുത്തില്ല, കുറ്റപത്രത്തിന്റെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ പോലും നടപടിയെടുത്തില്ല. രണ്ടും സംഭവിച്ചു. തീവ്രത ആര് തീരുമാനിച്ചു എന്നാണ് ചോദ്യം. ശരി, അത് കാരണം അത് ഒരു കാര്യമുണ്ട് ശ്രേയത്ത്, അത് പാർട്ടിക്ക് പ്രതിരോധിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാമായിരുന്നു. ഈ കേസ് അന്വേഷണത്തിന്റെ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അതൊരു കള്ള തെളിവുകളാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് നേതാക്കൾ കൊടുക്കുന്ന പിന്തുണ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നായിരുന്നു. തിരിച്ചടിയാകുമെന്ന് 40% പ്രേക്ഷകർ, പക്ഷേ തിരിച്ചടിയാകില്ല എന്നാണ് 58% പ്രേക്ഷകരും പറയുന്നത്. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.